ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പോട്ടിംഗ് മിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ വളരെ ഒട്ടും വെയിറ്റ് ഇല്ലാതെ അതേസമയം നല്ല ന്യൂട്രിയൻ റിച്ച് കമ്പോസ്റ്റൊക്കെ ചേർന്ന് നല്ല ഒരു പോട്ടിംഗ് മിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് നമ്മളിതിൽ ചെടികൾ നടുകയാണെങ്കിലും പച്ചക്കറികൾ നടുകയാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടും. അത്രയും ഒരു പോട്ടിംഗ് മിക്സാണ്. സാധാരണയായിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് ചേർത്ത് നമ്മൾ ചട്ടി നട്ട് കഴിഞ്ഞാൽ ചട്ടിയിൽ ചെടി നട്ടാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒന്നുകിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും, നമുക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മണ്ണ് കട്ടയായതിന് ശേഷം നമുക്ക് ഒരു കാരണവശാലും അത് ചെടി ഉണങ്ങിപ്പോവുകയാണ്. മണ്ണ് നല്ല കട്ടിയായിട്ട് കേക്ക് പോലെ ആയിപ്പോവും. നമുക്കൊരിക്കലും അതങ്ങോട്ട് ഇളകി വരാത്ത പോലെ ഇരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു പോട്ടിംഗ് മിക്സ് പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഇല്ലാതെ നമ്മൾ വീട്ടിലൊക്കെ വായിച്ചതിന് ശേഷം കളയുന്ന ന്യൂസ് പേപ്പർ കൊണ്ടാണ് ഈ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മണൽ നമുക്ക് വേണം. മണലെന്ന് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് മണലെടുക്കാനുള്ളൊരു ഇത് ഞാൻ പറയാം. മഴ നല്ല പെയ്തതിന് ശേഷം ഈ താന്ന പ്രദേശത്തേക്ക് മണലിങ്ങനെ ഒലിച്ച് വരും. അപ്പോൾ ആ ഒരു മണൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആറ്റുമണൽ എന്നൊക്കെ പറയും, അങ്ങനത്തെ മണൽ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ചിലർ എംസാൻഡ് യൂസ് ചെയ്യാറുണ്ട്. എംസാൻഡ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ ആറ്റുമണൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഈ മഴ പെയ്തതിന് ശേഷമുള്ള ഇങ്ങനെ ഒലിച്ചു വന്ന മണൽ ഞാൻ എടുത്ത് മാറ്റി വെക്കും. അത് പ്രത്യേകിച്ച് എനിക്ക് പോട്ടി മിക്സിന് വേണ്ടിയിട്ട് അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മണലെടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ട നല്ല മണ്ണാണ്. മണ്ണ് നമ്മുടെ പറമ്പിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതുപോലെ റെഡിമെയ്ഡ് പോട്ടിംഗ് മിക്സ് കിട്ടും, അത് യൂസ് ചെയ്താലും മതി. ഇപ്പം ഞാൻ തന്നെ മിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മണ്ണ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം ഇതിലേക്ക് നല്ല കമ്പോസ്റ്റ്, ചാണകപ്പൊടി, അതേപോലെ തന്നെ എല്ലുപൊടി, ഇത് മൂന്നും കൂടെ ചേർത്ത വളമാണ് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വളം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ വളർന്നു വരും. അതായത് അതിന് വേറൊരു രീതിയിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ നടുകയാണെങ്കിൽ ആ പോട്ടിംഗ് മിക്സിലേക്ക് ഒരു പിടി ചാണകപ്പൊടിയും അതേപോലെ ഒരു പിടി എല്ലുപൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ ഒരു 2-3 മാസത്തേക്ക് പിന്നെ ഫെർട്ടിലൈസർ ചേർക്കേണ്ട കാര്യമില്ല. അതിന് ശേഷം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് ഞാൻ ആദ്യം നമ്മുടെ ചട്ടി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കരിയില ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുക. ഈ കരിയില ഇടുന്നത് കൊണ്ട് ഒരു പകുതി നല്ലപോലെ കരിയില ഇട്ടതിന് ശേഷം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണേ. പിന്നെ അതിന് മുകളിലേക്കാണ് ന്യൂസ് പേപ്പർ അതേപോലെ കൊണ്ടുവെക്കരുത്. ഇതേപോലെ ഓരോ പേപ്പറും എടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുരുട്ടി വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ മുട്ടയൊക്കെ നമ്മൾ പൊട്ടിപ്പോകാതെ പായ്ക്കത്തില്ല, അതേ രീതിയിൽ ഓരോ പേപ്പറും ഇതളുകളായിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ ചുരുട്ടി വെക്കണം. ഇങ്ങനെ വെക്കുന്നത് കൊണ്ടുള്ളൊരു പ്രയോജനം പറഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ ഈ പേപ്പർ അബ്സോർബ് ആകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ പേപ്പർ അങ്ങ് കമ്പോസ്റ്റായി പോകും, നമ്മുടെ ഇതിലെ മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അതിനനുസരിച്ച് ഈ പോട്ടി മിക്സ് താന്ന് വരും ചട്ടിയിൽ. താഴുന്നതിനനുസരിച്ച് നമ്മൾ പിന്നീട് വളമുള്ള മണ്ണ് മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക. വളവും കൂടെ മിക്സ് ചെയ്ത മണ്ണ് മുകളിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക. അന്നേരം ചെടിക്ക് നല്ല രീതിയിൽ വളർന്നു വരും. ഇങ്ങനെ നടുന്നതുകൊണ്ടുള്ളൊരു പ്രയോജനമാണ്, നമ്മൾ ഒരുമിച്ച് മണ്ണ് നിറച്ച ചട്ടിയിൽ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വളം ചേർക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് നമുക്കൊരു നല്ലപോലെ പറ്റത്തില്ല, നമുക്ക് വീണ്ടും ചട്ടി മാറ്റേണ്ടി വരും. ഈ ഒരു രീതിയിലാകുമ്പം ഈ മണ്ണ് നമ്മൾ ഏറ്റവും മുകളിലാണ്, നമ്മൾ ഈ വളം ചേർത്ത് മിക്സ് ചെയ്ത മണ്ണ് ഏറ്റവും മുകളിലാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ചെടി നട്ടത് ഏറ്റവും മുകളിൽ ഞാൻ വളം ചേർത്ത മണ്ണ് ഇട്ട് കൊടുത്തു. ഇനിയും നമുക്ക് ഏത് ചെടിയാണോ നടേണ്ടത് അത് നമുക്ക് നട്ടു കൊടുക്കാം. ഈ ഗാർഡൻ നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ മണ്ണ് ഞാനങ്ങ് മാറ്റും കേട്ടോ. അത് വളരെ കുറച്ച് മാത്രമേ വെക്കാറുള്ളൂ. അത് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം ഇത് കണ്ടോ, ഇതിലിപ്പം നല്ലപോലെ വേര് പിടിച്ച ഒരു ചെടിയാണ്. ഇപ്പം ഞാൻ ഇതേപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് കുറച്ച് മണ്ണിരുന്നാലും കുഴപ്പമില്ല. അതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചു കണ്ടോ. ഇനി ഇത് ഇപ്പം തന്നെ നമ്മൾ കൈ കൊണ്ട് പേപ്പറും അടിയിൽ കരിയില ആയതുകൊണ്ട് തന്നെ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇനി ഏറ്റവും മുകളിൽ ഈ ചെടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ലെവലാക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസി ആയിട്ട് ന്യൂസ് പേപ്പർ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. ഏറ്റവും അടിയിലും
കരിയിലയും അത് പിന്നീട് വളമായിട്ട് ചേരും. പിന്നെ പേപ്പറും, ഇത് രണ്ടും ചെടികൾക്കൊട്ട് ഹാംഫുൾ അല്ല, വളരെ നല്ലതാണ്. ചെടിയുടെ വേരിന് നല്ല തണുപ്പും നല്ലപോലെ വെള്ളം ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ന്യൂസ് പേപ്പർ വെക്കുന്നത് കൊണ്ട്. ഇനി നമുക്ക് ഇത് മണ്ണ് താഴ്ന്നു പോകുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും ഒക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഈ രീതിയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ റോസ് ചെടി നടുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. അത് സക്സസ് ആയിരുന്നു കേട്ടോ. ആ റോസിൻ്റെ വീഡിയോ, ആ പൂവ് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. നല്ല രീതിയിൽ പൂവുമായിട്ട് നല്ല രീതിയിൽ ആ ചെടി കിളിച്ച് നിൽപ്പുണ്ട്. ഒരിക്കലും ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ചെയ്യുന്നത്, നേരത്തെ ചട്ടികളിലൊക്കെ ഇതേ രീതിയിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഇത് കണ്ട് 2 ചട്ടി ഞാൻ ഇപ്പോൾ ഇത് പെട്ടെന്ന് നിറയ്ക്കാൻ കേട്ടോ. ഒരുപാട് സമയമില്ലാത്തവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു പോട്ടിംഗ് മിക്സ് പേപ്പർ കൊണ്ട് നിറയ്ക്കുക, ചട്ടി നിറയ്ക്കുന്ന ഈ ഒരു മെത്തേഡ്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.